മോർണിംഗ് പ്രൈം ടൈമിൽ ഇനി പൊതുവേദിയുടെ സമയമാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ തിരുവനന്തപുരത്ത് ഗുണ്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 3 പേരാണ്. തലസ്ഥാന നഗരിയിൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം തുടരുകയാണ്. ഇതിനു പുറമെയാണ് കഞ്ചാവ്, മയക്കുമരുന്ന് വേട്ടകൾ. തലസ്ഥാനത്ത് തുടരുന്ന ഗുണ്ടാവിളയാട്ടം പോലീസിന്റെ വീഴ്ചയോ എന്നുള്ളതാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്ന വിഷയം. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 6615 ആദ്യത്തെ പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് വിഷ്ണു ആണ്. വിഷ്ണു, ഇക്കാര്യത്തിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണോ ഈ ഗുണ്ടാവിളയാട്ടങ്ങൾക്കൊക്കെ കാരണമായി തീരുന്നത്? എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ന് പറഞ്ഞാൽ പോലീസുകാരെന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർക്കൊരു റിക്രൂട്ടഡ് ആയിട്ടുള്ള എമൗണ്ട് നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ട്. അപ്പം പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു മെട്രോ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാണിച്ച് വളർന്നുകൊണ്ടിരിക്കാൻ നേരത്ത് പൊതുവേ എല്ലാ സ്ഥലത്തു നിന്നും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇപ്പം ഇന്ത്യയിൽ നിന്ന് തന്നെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വന്നു തുടങ്ങി. പക്ഷെ ഇപ്പം തോന്നാൻ നേരത്ത് പണ്ട് ട്രിവാൻഡ്രത്ത് ഞാനൊക്കെ പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് ശിവസേന എന്നുള്ള ഒരു പാർട്ടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ശിവസേനയുടെ ഒറിജിനൽ അജണ്ട എന്ന് പറഞ്ഞാൽ മലയാളികൾ സഹിതം വെളിയിൽ നിന്നുള്ള ആൾക്കാരെ ബോംബെയിൽ നിന്ന് പുറത്തുകളിക്കാനുള്ളതായിരുന്നു ശിവസേന. അങ്ങനെയുള്ള ആൾക്കാരെന്നും പറഞ്ഞ് കുറെ ഒരു പണിയും ഇല്ലാത്ത പഠിക്കത്തുമില്ല പിടിക്കത്തുമില്ല ഒന്നുമില്ല കുറെ അലവരാതികൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘമാണ് ഈ ശിവസേന. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഗ്രൂപ്പ് ഡിസ്ബാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭംഗമായിട്ട് പഠിക്കാനൊന്നും ഇല്ലാത്ത കുറെ പിള്ളേരുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ പിള്ളേർ സിഗരറ്റ് വലിക്കത്തില്ല. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഞ്ചാവ് പിടിക്കും. അതാണ് കാര്യം. ഇപ്പം പണ്ട് നിരുത്തരമായ കാര്യങ്ങളായിരുന്നു. സിഗരറ്റ് പൊതുവെ ദോഷകരമെന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്നു. പക്ഷെ അത് പബ്ലിക്കായിട്ട് സിഗരറ്റ് വലിക്കുന്ന ദോഷമൊന്നും ഇല്ലെന്നേ. പക്ഷേ ഈ കഞ്ചാവ് ഒളിച്ചിരുന്ന് ചെയ്യുക, ഈ കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ ബോധമില്ലാതാവും മനുഷ്യന് എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർക്ക് ഒരു ബോധവുമില്ല. അവർക്ക് അച്ഛനാരെ അമ്മയാരെ ഒരു പിടുത്തവും ഇല്ല. ഇവര് ബോധമില്ലാതാണ് ഇത് ചെയ്യുന്നത്. പോലീസുകാർ എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ ബാത്റൂമിൽ കയറി ഇവർ ഇൻജക്ഷൻ വെക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. ശരി, വളരെ നന്ദി വിളിച്ചതിന്. ഹൈദരാബാദിൽ നിന്ന് ശ്യാം എന്ന പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. ശ്യാം, പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടെന്ന് നമുക്ക് ഈ അവസരത്തിൽ അനുമാനിക്കാമോ? പ്രത്യേകിച്ചും ഈ ഗുണ്ടാ ആക്രമണങ്ങൾ ഇത്രയും സജീവമായ സ്ഥിതിക്ക്. അതെ, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം വെച്ചാൽ ഹൈദരാബാദ് ഒരു മെട്രോ സിറ്റിയാണ്. നമുക്ക് രാത്രി പോലും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സിറ്റിയാണ്. അതുപോലെ നമ്മളെ കേരളം ആയിരുന്നു. ഇപ്പൊ അതിന് യഥാർത്ഥ കാരണം വെച്ചാൽ നമ്മുടെ പോലീസിന്റെ അനാസ്ഥ തന്നെയാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചിറക്കി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഇത്രയും പൈസ ചിലവാക്കുന്ന നമ്മളെ കേരള സർക്കാർ വിചാരിച്ചാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കവറിട്ട് വന്നിട്ട് ഈ ആൾക്കാരെ ഇറക്കിക്കൊണ്ടു പോകുന്നവരെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്ന പാർട്ടിക്കാരായിരുന്നാലും ഏതൊരു സാമൂഹിക സംഘടനയിലുള്ള ആളായിരുന്നാലും ശരി, അദ്ദേഹത്തിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയാ ഒരു ക്യാമറ അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല ജനമൈത്രി പോലീസിൽ. എന്നിട്ട് ഈ പ്രതികളെ ഇറക്കിക്കൊണ്ടുവന്ന ആൾക്കാരുടെ നല്ല നമ്പർ 1 പ്രൂഫായിട്ട് ഈ വീഡിയോ കാണിച്ചുകൊണ്ട് ഇവർക്കെതിരെ ആദ്യം ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വീട്ടിൽ കയറാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവർക്കൊന്നും ഇത്രയും എന്താ പറയാ ഇത്രയും വലിയ ഒരു ഇത് കിട്ടില്ല. ഈ വീണ്ടും തെറ്റുകൾ ആവർത്തിക്കാൻ വേണ്ടി ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഇവരെ രക്ഷിക്കാനും ആൾക്കാരുണ്ട് എന്നുള്ള ഇതുകൊണ്ടാണ് ഈ കഞ്ചാവും മയക്കുമരുന്ന് എന്നിവയെല്ലാം. നമുക്ക് പോലീസ് പോയിട്ട് അതുകൂടാതെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ 2 ഡിപ്പാർട്ട്മെന്റ് എന്തിനാണ്? എക്സൈസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആവശ്യമേ ഇല്ല. ഇവർക്ക് ഈ ചെറുതായ കേരളത്തിനകത്ത് വരുന്ന കഞ്ചാവും മറ്റു കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് എന്തിനാണ് നമ്മൾ ടാക്സ് എമൗണ്ടിൽ നിന്ന് പൈസ കൊടുക്കുന്നത്? ശരി, പാനൂരിൽ നിന്ന് മനോജ് എന്ന പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. മനോജ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? പറഞ്ഞോളൂ. കേരള പോലീസ് ദയനീയ പരാജയമാണ്. മനോജ്, ടിവിയിൽ ശ്രദ്ധിക്കാതെ തുടർച്ചയായി പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. കേരള പോലീസ് ദയനീയമായ പരാജയമാണ്. ഇവിടെ ഒരു ആക്ഷനോ ഇതിന്റെ നിയമപരമായ ഒരു നടപടിയായി മുന്നോട്ട് പോകുന്നോ ഇല്ല. തിരുവനന്തപുരത്ത് നിന്നും ഗോപൻ എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. ഗോപൻ, എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? തലസ്ഥാന നഗരിയിൽ ഗുണ്ടകളുടെ ആക്രമണം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയുള്ളതായി നമുക്ക് കണക്കാക്കാമോ? ഹലോ, പറഞ്ഞോളൂ ഗോപൻ. പിന്നെ ഹലോ, പറഞ്ഞോളൂ. ഇവിടെ സംഭവിക്കുന്നത് തികച്ചും പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും അനാസ്ഥയാണ്. കാരണം ഈ ഗുണ്ടകളെയും ഈ ക്രിമിനലുകളെയും അമർച്ച ചെയ്യാൻ ഒരു പോലീസിനോ ഒരു ഭരണാധികാരികൾക്കോ കഴിയുന്നില്ല. കാരണം CPM-ന്റെ ഭരണകാലത്താണ് ഇതൊക്കെ കൂടുതലും ഉണ്ടാകുന്നത്. ഇവർ ഭരിക്കുമ്പോൾ മാത്രമാണ് ഇത്തരം അഴിഞ്ഞാട്ടങ്ങളും ഗുണ്ട വിളയാട്ടങ്ങളും അല്ലെങ്കിൽ ഇത്തരം അക്രമങ്ങളും നടക്കുന്നത്. ഇപ്പൊ തന്നെ നാം കേട്ടു എത്ര കൊലപാതകം, എത്രയായി? ഇതെല്ലാം പാർട്ടി അതായത് ഇന്നാള് അതായത് മെലിഞ്ഞാന്നോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ASIയെ
ഇടിച്ചു തീർപ്പിച്ചിട്ട് പോയി. എന്നിട്ട് എന്തായി? ആ പ്രതിയെ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് അവർ വിട്ടുകൊണ്ടുപോയി. അപ്പൊ ഇത്തരം അഴിഞ്ഞാട്ടങ്ങള് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അദ്ദേഹത്തെ ഭരണകൂടമാണ്, CPM ആണ്. അതായത് പിണറായി വിജയന്റെ സർക്കാരാണ്. ശരി, ചെന്നൈയിൽ നിന്ന് പ്രേമൻ കൂടി ചേരുകയാണ്. പ്രേമൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുള്ളതായി കരുതുന്നുണ്ടോ? അല്ല, പോലീസിനെ അടച്ചാക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ല. കേരളത്തിൽ നല്ലൊരു പോലീസ് സംവിധാനമുള്ള കേരളത്തില് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കുന്ന നടപടികൾ കൃത്യമായിട്ടും പോലീസ് കൃത്യമായ രീതിയിൽ അതിന് അന്വേഷണം നടത്തി അതിന് ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്ന് നമുക്ക് കാണാതിരിക്കുന്നുകൂടാ. അതുകൊണ്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തെ അടച്ചാക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ല. മിടുക്കരായ പോലീസ് സംവിധാനമുള്ള കേരളത്തില് ഓരോ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കുന്നത് അതാണ് നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് കേരള പോലീസിനെ ഒരിക്കലും അടച്ചാക്ഷേപിക്കുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. അതെന്റെ അഭിപ്രായം. പുഷ്പരാജൻ കൂടി ചേരുകയാണ്. പുഷ്പരാജൻ, ഈ ഒരു ഗുണ്ട ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസിനെ നമുക്ക് എത്രത്തോളം കുറ്റപ്പെടുത്താനാവും, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം വീഴ്ചയുണ്ടെന്ന് കരുതപ്പെടുന്നുണ്ട്? നല്ല പോലീസുകാർ സാറേ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ഇല്ലാതാക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. കാരണം ഒരാളിനെ പിടിച്ചുകൊണ്ട് പോയ ഒരു കഞ്ചാവ് കേസ്, ഉദാഹരണം കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കഞ്ചാവ് വീട്ടിൽ നട്ടു വളർത്തിയ ഒരാളിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഇവിടുത്തെ MLA മത്സരിക്കാൻ നിൽക്കുന്ന MLA ചെന്നിട്ട് ആ പോലീസ് സ്റ്റേഷൻ ഇറക്കിയോട്ട് വന്ന സംഭവങ്ങളുണ്ട്. ഇവിടെ ഗുണ്ടകളെ വളർത്തുന്നത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരാണ്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയാൻ CPM-നെ നമ്മൾ കുറ്റം പറയുന്നില്ല, എന്തായാലും CPM-കാരുണ്ട്. കാരണം ഒരാളിനെ പിടിച്ചോണ്ട് പോയാൽ ആക്രമിച്ചിട്ട് ഇറക്കിക്കൊണ്ട് വന്ന ഒരു സംഭവം നമുക്കറിയാം. കണ്ണൂരിൽ എത്രയോ പേരെ പിടിച്ചോണ്ട് പോയ നിമിഷ നേരം കൊണ്ട് ഇറക്കിക്കൊണ്ട് വരുന്നത്. അതൊക്കെ ശരിയുള്ള കാര്യമല്ല. സമാധാനപരമായിട്ട് കേരളം മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം ഈ രാഷ്ട്രീയക്കാർ നന്നാവണം. രാഷ്ട്രീയക്കാർ നന്നായെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ശരി, വളരെ നന്ദി വിളിച്ചതിന്. തിരുവനന്തപുരത്ത് നിന്ന് സുമിത് എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. സുമിത്, തലസ്ഥാന നഗരിയിൽ ഗുണ്ടാക്രമണങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 3 ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് ഗുണ്ടാക്രമണത്തിൽ. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ? പോലീസിന്റെ ഭാഗത്ത് മാത്രമല്ല വീഴ്ച എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് രാഷ്ട്രീയ പാർട്ടികളുടെ കൈകടത്തലുണ്ട്. കാരണം എന്ന് പറയുന്നത് ഗുണ്ടകളെ വളർത്തുന്നതിൽ രാഷ്ട്രീയ പാർട്ടിക്ക് വളരെ വലിയ കൈകൾ തന്നെയുണ്ട്. അത് ഒരു പാർട്ടിയെ മാത്രം ഉന്നയിച്ച് ഞാൻ പറയുന്നില്ല. കാരണം എല്ലാ പാർട്ടികൾക്കും അതിൻ്റെതായ കൈകളുണ്ട്. കാരണം അവരെ പാർട്ടി നിലനിർത്തുന്നതിന് വേണ്ടി അവര് ഗുണ്ടകളെ വളർത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ അത് വെച്ച് തന്നെ പോലീസുകാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞ് പോലീസിന് വീഴ്ച ഉണ്ടെന്നല്ല, ഒരു കൂട്ടം നല്ല പോലീസുകാരുണ്ട്. പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ് ഇന്നത്തെ നമ്മളെ സംസ്ഥാനത്ത് നടക്കുന്നത്. നാളെ നമ്മുടെ സംസ്ഥാനം തന്നെ ഒരു ബീഹാറും ഒരു UP ആയി മാറേണ്ട അവസ്ഥയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളം ആ രീതിയിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഗുണ്ടകളായാലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളായാലും ഇതെല്ലാം വെച്ച് നമ്മളെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ വിശ്വസിക്കും. നമ്മളെ കേരളം എന്താണ് മറ്റൊരു ബീഹാർ UP പോലുള്ള സംസ്ഥാനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അധികാരികൾ ഇനിയെങ്കിലും അത് കണ്ണു തുറന്ന് കണ്ടില്ലെങ്കിൽ നമ്മളും മറ്റ് സംസ്ഥാനക്കാരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ശരി, വളരെ നന്ദി വിളിച്ചതിന്. ശാന്തൻപാറയിൽ നിന്ന് ബിജു എന്ന പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. ബിജു, എന്താണ് താങ്കളുടെ അഭിപ്രായം? പോലീസിന് വീഴ്ചയുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പോലീസിന് വീഴ്ചയുണ്ടെന്ന് കരുതാൻ ന്യായമില്ല. കാരണം പോലീസ് നടപടികൾ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ എല്ലാ സംഭവങ്ങളും ഓരോ സംഭവങ്ങളും ഉണ്ടായ സമയത്തെല്ലാം പോലീസ് അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ എടുത്തിട്ടുണ്ട്. അത് പോലീസിനെ ഭരണകൂടത്തെ ഇതിനകത്ത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗുണ്ടകള് എന്ന് വെച്ചാല് ഇവര് കഞ്ചാവ് പോലെയുള്ള ഭയങ്കര ഭീകരമായിട്ടുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നാട്ടില് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ശരിയാണ്. എന്നാലും ഒരു പരിധി വരെ നമുക്ക് ഈ പോലീസ് ഈ കഞ്ചാവ് മാഫിയകളെ കണ്ടെത്തി ശിക്ഷിക്കുന്നതിനും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിനും തയ്യാറാണ്. പക്ഷെ ഇത് മൊത്തത്തിൽ കേരളത്തിന്റെ ഒരു ക്രമസമാധാന നില തകർന്ന ഒരു അവസ്ഥയാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു വീട്ടിൽ പച്ചിക്കൂട്ടിൽ നിന്ന് ബോംബ് താഴെ വീണ് പൊട്ടി ഒരു കുട്ടിയുടെ കാലിന് വളരെ ഗുരുതരമായ രീതിയിൽ പരിക്കുകൾക്കുണ്ടായി. ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും കാര്യങ്ങളും വന്നില്ല. കാരണം അത് പൊട്ടിയത് RSSകാരന്റെ വീട്ടിലെ ബോംബാണ് പൊട്ടിയത്. അയാളുടെ കുട്ടിക്കാണ്, അദ്ദേഹത്തിന്റെ കുട്ടിക്കാണ് പരിക്ക് പറ്റിയത്. അപ്പൊ ഇത് ഈ തിരുവനന്തപുരത്ത് കൊലപാതകം നടക്കുന്നത് ശരി, അത് ന്യായീകരിക്കുകയല്ല, അത് തീർച്ചയായിട്ടും അപലപനീയമാണ്. പക്ഷേ പോലീസ് അതിനകത്ത് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പോലീസിന് ഒരു കാരണവശാലും ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ശരി, വളരെ നന്ദി ബിജു വിളിച്ചതിന്. കൊച്ചിയിൽ നിന്നും അജീബ് കൂടി ചേരുകയാണ്. അജീബ്,
ക്ഷമിക്കണം, നജീബാണ്. നജീബ്, പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുള്ളതായി താങ്കൾ കരുതുന്നുണ്ടോ, പ്രത്യേകിച്ചും ഇത്രയും ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ? മാഡം, ഇത് പോലീസുകാരെ കുറ്റോ അല്ലാണ്ട് മറ്റുള്ളവരെ കുറ്റോ പാർട്ടിക്കാരെ കുറ്റോ ഇത് പറയേണ്ട ആവശ്യമുണ്ട്. അവിടെയുള്ള എന്തുകൊണ്ടാ അവിടെയുള്ള ജനങ്ങൾക്ക് ഇതൊന്ന് പ്രതികരിച്ചാല് ഇത് കുറെയൊക്കെ കുറവ് വരുത്താൻ പറ്റൂല. ഗുണ്ടകളും അധികം വിളയാടുന്നത് ഗുണ്ടകളായിട്ട് അവിടെയുള്ള ജനങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇത് കുറെ പാർട്ടിക്കാരെയും പോലീസുകാരെയും കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പോലീസുകാർക്ക് ജനങ്ങൾ വിളിച്ചു പറഞ്ഞാലല്ലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന്. ശരി, വളരെ നന്ദി വിളിച്ചതിന്. കണ്ണൂരിൽ നിന്ന് ഹാഷിം എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. ഹാഷിം, പോലീസിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയുള്ളതായി താങ്കൾ കരുതുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച എന്നുള്ളതിലുപരി ഇവിടെ ഗുണ്ട വിളയാട്ടം നടക്കുന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു പങ്ക് രാഷ്ട്രീയക്കാർക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ഗുണ്ട ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് ഗുണ്ടകളെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബലമായി ഇറക്കിക്കൊണ്ടുവരുന്ന കാഴ്ച ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ള വിവിധ ജില്ലകളിലായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുണ്ടകളെ പോറ്റി വളർത്തുന്നതിൽ ചില രാഷ്ട്രീയ, പ്രത്യേകിച്ച് CPM പോലത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. എന്ത് തെറ്റോ ശരിയോ എന്നുള്ളത് നോക്കാതെ അത് ഏത് തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഗുണ്ടകളെ ഏതെങ്കിലും അക്രമത്തിന്റെ പേരിൽ പിടിച്ചു കഴിഞ്ഞാൽ ബലമായി സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വരുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടിട്ടില്ലേ? കഴിഞ്ഞ KSRTC സ്റ്റാൻഡിൽ നിന്ന് പോലീസുകാരെ ആക്രമിക്കുന്ന, അങ്ങനെ ഒട്ടനവധി പോലീസുകാരെ ആക്രമിക്കുന്ന വിഷയങ്ങളായിക്കഴിഞ്ഞാൽ സാധാരണക്കാരനെ ആക്രമിച്ചിട്ടായി കഴിഞ്ഞാലും എല്ലാ വിഷയങ്ങളിലും ഗുണ്ടകളെ അനുകൂലിക്കുന്ന ഒരവസ്ഥ ചില രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഉണ്ടാവണമെന്ന്. ശരി, വളരെ നന്ദി വിളിച്ചതിന്. ഇനി മഹാരാഷ്ട്രയിൽ നിന്നൊരു പ്രേക്ഷകനാണ്, അനീഷാണ്. അനീഷ്, സംസാരിക്കാം. ഹലോ. അനീഷ് പറഞ്ഞോളൂ. അല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പങ്കിനെ കുറിച്ച് നമുക്ക് പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ തന്നെ ഈ സ്വയമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. ജനങ്ങള്, രാഷ്ട്രീയ പാർട്ടികളല്ല, ഇല്ലെങ്കിൽ പോലീസോ അല്ല ഈ ഗുണ്ടാ വിളയാട്ടങ്ങൾ നിർത്തേണ്ടത്. സ്വയം ചിന്തിക്കുക, സ്വയം മനുഷ്യൻ മനസ്സിലാക്കുക. സ്വയമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഗുണ്ടാ വിളയാട്ടങ്ങൾ നിൽക്കാൻ പോകുന്നുള്ളൂ. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഗുണ്ടകളായിട്ട് ജനങ്ങളെ ഉപയോഗിക്കുന്നു, ചെറുപ്പക്കാരെ ഉപയോഗിക്കുന്നു. ഈ ചെറുപ്പക്കാരാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ. ഇവരുടെ ഈ രാഷ്ട്രീയക്കാരുടെ കയ്യാളായിട്ട് ഒരു കാരണവശാലും പോകാതിരുന്നെങ്കിൽ മാത്രമേ കേരളത്തിലെ ഗുണ്ടാവിളയാട്ടം, കേരളത്തിലെന്നല്ല ഒരിടത്തെയും നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഇതുപോലെയുള്ള ഗുണ്ടാവിളയാട്ടങ്ങൾ നിൽക്കണമെങ്കിൽ ഇത് മാത്രമേ അതിനൊരു പോംവഴിയായിട്ട് കാണുന്നുള്ളൂ. ഇതിന് സർക്കാരിനെ കുറ്റം പറയാൻ പാടില്ല, അതുപോലെ തന്നെ പോലീസിനെയും കുറ്റം പറയാൻ പാടില്ല. ശരി, വളരെ നന്ദി വിളിച്ചതിന്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജിജോ കൂടി ചേരുകയാണ്. ജിജോ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഹലോ, പറഞ്ഞോളൂ ജിജോ. സാറേ, ഇത് കേരളത്തിൽ ഇപ്പോ തിരുവനന്തപുരത്തെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിന് മുഴുവൻ നാണക്കേടുണ്ടാകുന്ന ഒരു സംഭവമാണ്. കാരണം ഇങ്ങനെ മദ്യ കഞ്ചാവ് മാഫിയയുടെ ഈ ആക്രമണം അടിയന്തരമായിട്ട് തന്നെ സർക്കാർ ഇത് നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഈ എക്സൈസ് വകുപ്പിനെ ഒക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും എന്ന് പറഞ്ഞാൽ അവര് ഏതെങ്കിലും ഒരു ജിജോ ആണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വിളിച്ചത്. ഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. തലസ്ഥാനത്ത് തുടരുന്ന ഗുണ്ടാവിളയാട്ടം പോലീസിന്റെ വീഴ്ചയോ എന്ന വിഷയമാണ് ഇന്ന് പൊതുവേദി പരിശോധിച്ചത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടെന്നും ഇല്ലെന്നും രണ്ടു തരത്തിൽ പ്രേക്ഷകർ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ട്.